ഹായ് ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പം സമയം രാവിലെ 8 മണി. എൻ്റെ പേര് ഷെറിൻ. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് മിസ്കോസിപ്പി പാർക്ക് എന്ന് പറഞ്ഞ ഒരു പാർക്കിലോട്ടാണ്. അത് ഈ കാനഡയിൽ അൽബർട്ടയിൽ ഗ്രാൻഡ് പേറി എന്ന് പറഞ്ഞ സിറ്റീൻ്റെ ഏറ്റവും സെൻട്രലായിട്ടുള്ള ഒരു പാർക്കാണ്. ആ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിറ്റിയിലെ ഹാർട്ടിലാണ് നിൽക്കുന്നത്. ആ പാർക്കിനകത്ത് ഒരു ബിയർ ക്രീക്ക് ഉണ്ട്, ഒരു മ്യൂസിയം ഉണ്ട്, സ്കേറ്റിംഗ് ഗ്രൗണ്ട് ഉണ്ട്, പൂള് സ്വിമ്മിങ്ങിൻ്റെ സംവിധാനങ്ങളുണ്ട്, പിന്നെ ഒരു ട്രെക്കിംഗ് ട്രെയിലും ഉണ്ട്. ആ ട്രെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1100 ഏക്കർ ഇങ്ങനെ പടർന്ന് കിടക്കും. നമുക്ക് ഫുള്ള് ചുറ്റിക്കറങ്ങി കാണാം. പല പല ഭാഗത്ത് പല പല കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആ പാർക്ക് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഡൺവീഗൻ പ്രൊവിൻഷ്യൽ പാർക്കിനെ പറ്റി. അത് ഇവിടുന്ന് ഏകദേശം ഒരു 90 കിലോമീറ്റർ അപ്പുറേ ഫെയർവ്യൂ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ആ വീഡിയോ കാണാത്തവരെല്ലാം അതൊന്ന് കണ്ടിട്ട് വരിക. എന്നാൽ നമുക്ക് മിസ്കോസിപ്പിൻ്റെ കാഴ്ചകളായിട്ട് മുമ്പോട്ടിനി തുടർന്നു പോവാം. ഗൈസ്, ഇതിപ്പം നമ്മൾ എത്തിയിരിക്കുന്ന നമ്മുടെ സിറ്റി സെന്ററിന്റെ അടുത്താ. ഇത് ജസ്റ്റ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 700 മീറ്റർ. ഞാൻ മുമ്പേ പറഞ്ഞ നമ്മൾ മിസ്കോസിപ്പി പാർക്കിൽ പോകുന്ന അവിടെ ഒരു ബിയർ ക്രീക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ഒരു തോട് പോലെ തടാകം പോലത്തെ ഒരു സംഭവമുണ്ട്. അതാണ് ഈ പാലത്തിന്റെ താഴെ കൂടെ പോകുന്നത്. ഇതാണ് നമ്മുടെ പാർക്കിന്റെ എൻട്രൻസ്. അപ്പോൾ ഗൈസ്, നമ്മൾ പാർക്കിൽ എത്തിയിരിക്കുന്ന നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് മുമ്പോട്ട് നടന്ന് കണ്ടുകൊണ്ടിരിക്കുക എന്തൊക്കെ ഇവിടെ ഉള്ളതെന്ന്. ഇതിങ്ങനെ ഒരു ചെറിയ പാർക്കിൻ്റെ ഉള്ളിലുള്ള ട്രെയിലാണ് കേട്ടോ. ഇതിലെ കൂടെ നമുക്ക് നടന്ന് ഈ പാർക്കിലുള്ള ഇമ്പോർട്ടൻറ്റ് സ്ഥലങ്ങളിലെല്ലാം പെട്ടെന്ന് ഒരു അപ്പച്ചനിങ്ങനെ ചെറിയൊരു പട്ടിക്കുട്ടീനെയൊക്കെ ആയിട്ട് നടത്താൻ ഇറങ്ങിയേക്കുക. ഗൈസ്, ഇത് ആംഫി തിയേറ്ററാണ് കേട്ടോ. ഇവിടെ ആ കലാപരിപാടികളെല്ലാം ഇവിടെ നടക്കും. നല്ല രസമില്ലേ? ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉള്ളപ്പോൾ ഇതൊരു സ്റ്റേജ് ആക്കിയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ കോൺസെർട്ടും കാര്യങ്ങളൊക്കെ നടത്തും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഈ വശത്തൊക്കെ ഇരുന്ന് നല്ല ഭംഗിയായിട്ട് ഇവിടുത്തെ എല്ലാം പരിപാടികൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. എനിക്കിങ്ങനെ ഈ ഭിത്തിയിലൊക്കെ ഇങ്ങനെ വരച്ച് വെച്ചേക്കുന്ന നല്ല രസമുണ്ട് കേട്ടോ, ശരിക്കും കാണാൻ നല്ല അടിപൊളി. ഇവിടെ ലൈറ്റിങ് കാര്യങ്ങളും സൗണ്ട് എഫക്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല പൊളുപ്പം പരിപാടി ഇവിടെ വെക്കാൻ പറ്റും. ഇതെന്തിനാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് സൈക്കിൾ കൊണ്ട് വരും. ആ സൈക്കിൾ കൊണ്ട് ഇതിലെ കൂടെ ഈ ട്രെയിലെ കൂടെ ഇങ്ങനെ വന്ന് ഇത് ഫുള്ളുണ്ട് കേട്ടോ. ഈ പാർക്ക് മൊത്തം ഈ ട്രെയിൽ ഇങ്ങനെ ഉണ്ട്. ഞാൻ എന്തിനാ രാവിലെ ഇങ്ങോട്ട് വരാമെന്ന് ഓർത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അധികം തിരക്ക് രാവിലെ ഒരു 8 o'clock വരെയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ തിരക്ക് പറയും. ആൾക്കാർ ജോലിയിലും അവിടെ ഇവിടെയൊക്കെ പോകും. ഇപ്പം നല്ല സ്വസ്ഥമായിട്ട് വ്ളോഗ് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണിച്ചു തരാൻ പറ്റും. ഇനി ഞാൻ ഇവിടുത്തെ ചെറിയൊരു മാപ്പ് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ഈ പാർക്കിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കിടപ്പുണ്ട്. പേവ്ഡ് ട്രെയിൽ, നമുക്കിതെല്ലാം അനുസരിച്ച് പോകാൻ പറ്റും. റിസർവിയർ ലൂപ്പ്, നാച്ചുറൽ ട്രെയിൽ, ഗ്രാവൽ ട്രെയിലുണ്ട്, ബ്രിഡ്ജസ് ഉണ്ട്, പാർക്ക് എക്സസ് ഉണ്ട്. നമുക്ക് എവിടെയെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ ഇതുപോലെ ഇൻഫർമേഷൻ കിയോസ്ക് കിട്ടും. പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകൾ നമ്മളിവിടെയൊക്കെ ആയിരിക്കും. ഇത് കണ്ടോ, ഇതൊക്കെ ഓരോരോ സ്ഥലങ്ങളാണ് നമുക്ക് കാണാൻ പറ്റിയ സ്ഥലങ്ങൾ. അതുപോലെ വോളിബോൾ കോർട്ടുണ്ട്, ഡിസ്ക് ഗോൾഫ് ഉണ്ട്, ക്യാമ്പ് ഗ്രൗണ്ട് ഉണ്ട്, ഡോഗ് പാർക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതാണ് ഈ പാർക്കിൻ്റെ ഫുൾ മാപ്പ്. ഇതാണ് ഗൈസ് ഇതിൻ്റെ എൻട്രൻസ്. ഒരു ബിയറിൻ്റെ പടമൊക്കെ കണ്ടു. ഇതെന്തിനാണ് ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നതെന്നറിയോ? ഇവിടങ്ങളിൽ ഒത്തിരി ബിയറുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണിത്. അതാണ് അങ്ങനത്തെ ഒരു സൂചന കൊടുക്കുന്നത്. പിന്നെ ഈ ക്രീക്ക്, താഴെയുള്ള ക്രീക്കിൻ്റെ പേര് ബിയർ ക്രീക്കാണ്. അത് ഞാൻ ഇനി അടുത്ത ക്ലിപ്പിൽ കാണിക്കാം. ഗൈസ്, ഇത് നമ്മൾ മുമ്പേ ഇറങ്ങി വന്ന വഴിയാണ് കേട്ടോ. ഞാൻ ആ എൻട്രൻസിൻ്റെ ഒരു പടം എടുക്കാൻ വേണ്ടി അവിടെ വരെ പോയി. ഈ ഫുള്ള് ചുറ്റും സൈഡിൽ മരങ്ങളൊക്കെ നട്ടുവെച്ചേക്കുന്നുണ്ടോ. മരങ്ങൾ, കുറേ വണ്ടികളുണ്ട് കേട്ടോ. രാവിലെ ആണെങ്കിലും എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കിളികൾ, കുറേ നമുക്ക് ജീവികൾ ഇതിനകത്ത് കാണാൻ പറ്റും കേട്ടോ. ഇതുപോലെ ഇതുണ്ടോ, ചെറിയ നമ്മുടെ നാട്ടിലുണ്ട് ഏറ്റൊക്കെ.
ഉണ്ടായിരിക്കും കേട്ടോ, എനിക്ക് ഉറപ്പൊന്നുമില്ല. പിന്നെ ഇതുപോലെ കുറേ ഗൂസിനെ ഇതിനെയൊക്കെ കാണാൻ പറ്റും. ബിയറിനെ കാണാതിരിക്കട്ടെ, അതിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കടന്ന് ഓടേണ്ടി വരും. പിന്നെ ഇവിടെ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ പരിപാടിയാണ് ഇത്, അക്വാടെറ വാട്ടർ എർത്ത് ഇന്നോവേഷൻ. ഔട്ട്ഡോർ പൂളാണ് കേട്ടോ. നമുക്ക് ഈ സാധനത്തിൻ്റെ മണ്ടയിലൊക്കെ കയറി ഇങ്ങനെ കറങ്ങി താഴെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതിനകത്ത് കയറാം. ഇനി ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലങ്ങൾ. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പള്ളിയാണ് കഴിച്ചത്, അത് ഞാൻ നല്ല വൃത്തിക്ക് കാണിക്കാം ഇനി മുമ്പോട്ടുള്ള വീഡിയോയിൽ. ഇതാണ് ആ സ്ഥലം. ഇതിനകത്ത് എന്തോ പാസ് എടുക്കണം. പാസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അകത്ത് പോയി ഇതെല്ലാം കണ്ടു കേട്ട് അനുഭവിച്ച് ഫുള്ള് ഡേ അവിടെ സ്പെൻഡ് ചെയ്യാം. ഗൈസ്, ആ പൂളിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ചെറിയ വാക്കിംഗ് ട്രെയിലാണ് ഇത്. നല്ല രസമില്ലേ, കാടിൻ്റെ നടുക്കൂടെ ഇങ്ങനെയാണ് ഇതിൻ്റെ അകം. ഉണ്ടോ, ഫുൾ അപ്പുറം ഇപ്പുറം കാട്. പക്ഷെ ഇത് കാടൊന്നുമല്ല കേട്ടോ, ഇത് പാർക്കിൻ്റെ എൻട്രൻസാണ് ഇത്. ഗൈസ്, ഇതുണ്ടോ റോഡിൽ വരച്ച് വെച്ചേക്കും ഈ സാധനം. നല്ല രസമില്ലേ, വെള്ളവും സൂര്യനുമായിട്ടാണ് ഇത് കാണിക്കുക. ഇത് ഇൻഫർമേഷൻ സെൻ്റർ കേട്ടോ. നമുക്ക് ഈ പാർക്കിനെ പറ്റി എന്തൊരു ഇൻഫർമേഷൻ വേണേൽ വെറുതെ പോയിരിക്കണം, ഇതിനകത്ത് പോയിരിക്കും. ഇവിടെയൊക്കെ കറക്റ്റ് വേസ്റ്റ് ഡിസ്പോസൽ ഉണ്ട് കേട്ടോ, വേസ്റ്റ് ഇടാനും റീസൈക്കിൾ ഇടാനും അല്ലാത്ത ഗാർബേജ് ഇടാനുമായിട്ട്. പിന്നെ ഇതാ ഞാൻ പറഞ്ഞ ചിൽഡ്രൻസ് പാർക്ക്, നല്ല രസമില്ല. പിന്നെ ഇതിൻ്റെ പാർക്കിൻ്റെ സെൻറ്റർ കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരുന്ന് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം. കുറേ സീറ്റ്സും ടേബിൾസും ഉണ്ട് ഇവിടെ. എല്ലാം നമുക്ക് ഇരുന്ന് പിക്നിക് പോലെയൊക്കെ വന്ന് ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ച് എല്ലാം കണ്ടു കേട്ട് കുറേ നേരം ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുക ഇവിടെ. കണ്ടോ ഈ പള്ളീൻ്റെ പ്രത്യേകത, എവിടെ നിന്നും ഈ പള്ളി കാണാം. ഞങ്ങളുടെ വീട്ടിലെ ബാൽക്കണിയിൽ നിന്ന് വരെ ഈ പള്ളീൻ്റെ ഈ ടോപ്പ് വശമുണ്ടല്ലോ, ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ്ടോ ഇവിടെ മൊത്തം ഇതുപോലെ. ഇത് വാട്ടർ പാർക്ക് കേട്ടോ. ഇത് ഇതിനകത്തൂടെ ഇങ്ങനെ വെള്ളമൊക്കെ വരും. അത് ഉച്ചയ്ക്കൊക്കെ അത് സ്റ്റാർട്ടാകുന്നത്. കുറേ പേരൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഫുള്ളിങ്ങനെ വെള്ളം ഇങ്ങനെ തെറിക്കുക നോസിലിനകത്തൂടെ. അപ്പോൾ അതിനകത്ത് ഇവിടെ കുറേ പേരിങ്ങനെ കളിച്ച് മടുത്ത് കഴിഞ്ഞ് ഇവിടെ വന്ന് ചുമ്മാ കുളിച്ചിട്ടൊക്കെ പോകും. ഇതുണ്ടല്ലോ ഗൈസ്, ഇത് നമ്മുടെ വണ്ടർലയിലൊക്കെ കണ്ടിട്ടില്ല, അതുപോലത്തെ സംഭവം കേട്ടോ. ആ നോസിലിനകത്ത് വെള്ളം വരും. ഈ പൈപ്പിൽ നിന്ന് വെള്ളം കയറി ബക്കറ്റ് എന്ന് അറിയെങ്കിൽ ബക്കറ്റ് ഇങ്ങനെ തിരിഞ്ഞ് വെള്ളം വീഴും. ഇത് ഇതിനകത്തൂടെയൊക്കെ ഓടി നടക്കാനും അതിന് വേണ്ടി. പിന്നെ ഇതുണ്ട് ജെറ്റ് നോസൽ, ഇതിനകത്ത് എല്ലായിടത്തും ഉണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട്. അവിടെ നിന്നെല്ലാം വെള്ളം ചീറ്റും. നല്ല രസമായിട്ട് ഇത് കണ്ടോ. ഇതാ വാട്ടറിൻ്റെ ആക്ടിവിറ്റി ഉള്ള ഏരിയ. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞില്ല എന്നാൽ ഇവിടെ സ്കേറ്റിംഗ് ചെയ്യാൻ പറ്റും. അതാണ് ഈ സ്കേറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് പിള്ളേരൊക്കെ അത് ചെയ്യുന്നത്. നല്ല രസം കേട്ടോ. ഇതറിയാവുന്നവർക്ക് ഇവിടെ ഭയങ്കര രസമായിരിക്കും. ഫുള്ള് പാർക്കിങ്ങനെ ഇത് മൊത്തം സ്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ കേട്ടോ. ഇത് ഒത്തിരി പടർന്നിരിക്കുന്ന ഒരു സ്ഥലം കേട്ടോ. ഞാൻ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നടന്ന് നിങ്ങളെ കാണിക്കാം. ഇത് ഫുള്ള് ഇതിനകത്ത് ഗ്രാഫിറ്റി ചെയ്ത് വെച്ചേക്കുക. ഓരോരോ ആൾക്കാർ വരും, മറ്റേ നമ്മുടെ സ്പ്രേ പെയിൻറ്റില്ലേ, സ്പ്രേ പെയിൻറ്റ് വെച്ചൊക്കെ ഇങ്ങനെ കളറാകുന്നത്. ഇതുകൊണ്ട് ഇത് നല്ല കാഴ്ച ഉണ്ട് കേട്ടോ. ഇത് ഇച്ചിരി അറിയുവാണെങ്കിൽ മാത്രം ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ പഠിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. പല പല ടൈപ്പ് ഓബ്സ്റ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. ഇതുകൊണ്ടോ ഇത് നല്ല ഉയരത്തിലായിരിക്കുന്നത്. ഇവിടുന്ന് താഴെ വീണിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും അതോ ഗതിയാ. ഇതുകൊണ്ടോ ഇതൊരു വേറെ ഓബ്സ്റ്റിക്കിളാണ്, കുഴിയൊക്കെ ഉള്ളത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഇവിടെ ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഭാഗം. ഇതിനകത്ത് വലിയ ചാട്ടവും ഇറക്കമൊന്നുമില്ല, ചുമ്മാ ജസ്റ്റ് ഇവിടുന്ന് റൗണ്ട് അടിച്ച് സ്ലോപ്പിംഗ് ഒക്കെ ഇച്ചിരി നല്ല കുഴപ്പമില്ലാത്ത രീതിയിലാണ്. നമ്മളിപ്പോൾ സ്കേറ്റിങ്ങിൻ്റെ ആ ഭാഗവും കണ്ടു. ഇനി നമ്മൾ മുമ്പോട്ട് ഈ ട്രെയിൽ നടന്ന് മുമ്പോട്ട് എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണാം നമുക്ക്. ഇത് കണ്ടു കഴിച്ച് ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ചിൽഡ്രൻസ് പാർക്കാണ്. ഇവിടെ മൊത്തം കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. എല്ലാവരും രാവിലെ തന്നെ വന്ന ഇപ്പം സമ്മർ കാരണം സമ്മർ ഹോളിഡേയ്സാണ്. അപ്പം അവർ ഫുള്ള് ടൈം കളിയും ചിരിയും വെക്കേഷനും ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉള്ള മൊത്തം എന്താ പാർക്കുകൾ, അത് ഇൻഫർമേഷൻ സെൻ്ററാണ് അത്. പിന്നെ ഇതുണ്ടോ 4 അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും പോകാം, നേരെയും പോകാം. നമുക്ക് ആദ്യം നേരെ പോയി നോക്കാം. ഇത് കണ്ടോ ഗൈസ്, ഇത് എങ്ങോട്ടാണ് ആ വഴി പോകുന്നത്, ഈ വഴി എങ്ങോട്ടാണ് പോകുന്നത്? റിസർവിയർ ലൂപ്പിലോട്ട് ഇങ്ങോട്ട്, സൗത്ത് ബിയർ ക്രീക്ക് അങ്ങോട്ട്. ഇത് കണ്ടോ, ഇത് നല്ലൊരു കാഴ്ചയല്ലേ. ഇതാണ് ആ ഇൻഫർമേഷൻ സെൻറ്റർ. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ കണ്ടോ ചെറിയ തടാകം പോലത്തെ ഒരു പോണ്ട് പോലത്തെ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
ഇതുണ്ടല്ലോ വിൻ്റർ സമയത്ത് ഫുള്ള് ഫ്രീസാകും. ഇവിടെ ഐസ് സ്കേറ്റ് ഒക്കെ ചെയ്യാം. ഇവിടെ ഉണ്ട് വെള്ളം നിറയ്ക്കുന്നുണ്ട്. ഇവിടെ വെള്ളം കുറയും തോറും തൊട്ട് താഴെ ഈ വശത്തൊരു ക്രീക്ക് ഉണ്ട്. അവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നതാണോ എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പാർക്ക് നീളം ഇതുപോലത്തെ നമുക്ക് ഇരിക്കാനുള്ള സംവിധാനം അവിടെ ഇവിടെ ആയിട്ട് കുറേ ഉണ്ട് കേട്ടോ. ഇപ്പം എവിടെയെങ്കിലും മടുക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാം. വേണേ ഇവിടെ തറയിൽ പുല്ലൊക്കെ ഇരിക്കാം കേട്ടോ. നല്ല വൃത്തിയാണ് ഇവിടുത്തെ എല്ലാം കാര്യങ്ങൾ. ഓ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ മ്യൂസിയം. നല്ല പാലം. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ ഒരു ചെറിയ തടാകം പോലെ ഉണ്ടെന്ന്. ഇതാ ബിയർ ക്രീക്കിൽ നിന്ന് ഇങ്ങനെ പോയി നമ്മൾ മുമ്പ് വന്ന ആ ബ്രിഡ്ജിൽ കൂടെ ആയിരുന്നു വണ്ടിയൊക്കെ പോയി. അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കുറേ ദൂരം വരെ പോകും. നല്ല രസമില്ലേ? ഗൈസ്, ഇതാണ് ആ മ്യൂസിയമിൻ്റെ എൻട്രൻസ് കേട്ടോ. ഇവിടെ ചെറിയൊരു തടിപ്പാലമുണ്ട്. പൈനിയർ മ്യൂസിയം. ഈ തടിപ്പാലത്തൂടെ കയറി അപ്പുറത്തെ വശത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ ഗൈസ്. ഇതാ ബിയർ ക്രീക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു ലേക്ക് ഉണ്ട്, ചെറിയ തടാകം. അതാ ഓ ഗൈസ്, ഇതാണ് മ്യൂസിയമിൻ്റെ എൻട്രൻസ്. ഇവിടുത്തെ വീടുകളുണ്ടോ, ഇതിന് എന്തോ ഒരു ചെറിയ ലിറ്റിൽ വില്ലേജ് എന്നൊക്കെ എന്തോ പറയും കേട്ടോ. ഫുൾ അടിപൊളി സംഭവമൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇവിടെ ഇങ്ങനെ വണ്ടിയൊക്കെ സൈക്കിളൊക്കെ ഓടിച്ച് നടന്നു പോകാം. ഇതെല്ലാം ഇന്ന് ഓപ്പൺ അല്ല കേട്ടോ. അല്ല, ഇവിടെ ഒരു ഓപ്പണിൻ്റെ സൈനുണ്ട്, റെഡായിട്ട് കത്തിയേന്. ഇതാണ് മ്യൂസിയം. ഇതാണ് നമ്മൾ ക്രോസ് ചെയ്ത് വന്ന പാലം. ഇതാണ്ടോ, ഇതിങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. കിലോമീറ്ററോളം ഉണ്ട്. നടന്ന് ഒരു ദിവസം മൊത്തം പിടിക്കുക. അപ്പം ഞാൻ അത്യാവശ്യമുള്ള നല്ല കാഴ്ചയുള്ള സ്ഥലങ്ങൾ മാത്രമേ കാണിക്കത്തുള്ളൂ കേട്ടോ വീഡിയോയിൽ. ഗൈസ്, ഞാൻ ഇപ്പോൾ ഉള്ള വേറൊരു പാലത്തിൻ്റെ മണ്ടയിൽ കേട്ടോ. ഇവിടെ ഇതുപോലത്തെ 2 പാലമുണ്ട്. ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഈ ഗ്രാൻഡ് ഫെറിയിൽ ഒരു പോളിടെക്നിക് കോളേജ് ഉണ്ട്. അങ്ങോട്ട് പോകുന്ന വഴി കേട്ടോ. നമ്മുടെ ഈ ഓൾഡ് ഡൗൺ ടൗണിൽ നിന്ന് അവിടെ നിന്ന് കണക്ട് ചെയ്ത് കോളേജിലോട്ട് ഒത്തിരി പേര് യൂസ് ചെയ്യുന്ന ഒരു വഴിയാണ്, സൈക്കിൾ റൂട്ടായത്. ആ പുഴ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, ഞാൻ ഇപ്പം കാണിച്ചു തരാം. അവിടം കണ്ടോ, അവിടുന്ന് ഇങ്ങനെ ഒരു ഗ്രേഡിയൻ സ്ലോപ്പ് ഉണ്ട്. ഇവിടെ വിൻ്റർ സമയത്ത് ആൾക്കാർ സ്ലെഡ്ജ് കൊണ്ട് വന്നിട്ട് അതിൻ്റെ ടോപ്പിൽ പോയിട്ട് ഇരുന്നിട്ട് ഒറ്റ പോക്ക നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ നിന്ന് അവിടെ ചെന്ന് ഇരിക്കും. ഡിസ്കസ് ത്രോ ഒക്കെ ഞങ്ങൾ ഇവിടെ ഇതിൻ്റെ മുമ്പ് ഒന്ന് കളിച്ചിട്ടുണ്ട് കേട്ടോ. ഈ സ്ഥലത്ത് നല്ല ഏരിയ, വലിയൊരു ഗ്രൗണ്ടാണ് ഇത്. ഇതാ ഗൈസ്, ഇത് ഇവിടെ മൊത്തം ഐസായി ഫുൾ ഐസായിരിക്കും. അപ്പം ഇത് നല്ല സ്ലോപ്പ് കേട്ടോ. അവിടെ കയറി അവിടെ നിന്ന് സ്ലെഡ്ജിലോ അല്ല എന്തേലും മാറ്റിലോ കയറിയിരിക്കും. ഇങ്ങനെ സ്ലിപ്പായി നേരെ ഇവിടെ ചെന്ന് നിൽക്കും. നല്ല രസം കേട്ടോ. പക്ഷെ ഞങ്ങൾ ചെയ്തിട്ടില്ല ഇന്നുവരെ. പിന്നെ ഒരു വിൻ്റർ കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ ഇവിടെ വന്നിട്ട്. ഇത്തവണ നമുക്ക് നോക്കാം ഇതൊക്കെ ചെയ്ത്. വലിയൊരു ഗ്രൗണ്ട്. ഇവിടെ എന്ത് വേണേലും ഫുട്ബോളോ എന്തെങ്കിലുമൊക്കെ ഇത്ര കളിക്കാം. അല്ലാതെ അപ്പുറത്തെ സൈഡിലൊക്കെ ബാസ്കറ്റ് ബോൾ കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ നമ്മുടെ റിസർവിയർ എന്ന് പറഞ്ഞില്ലേ ഇവിടുത്തെ ആ ക്രീക്കിൻ്റെ, അത് ഈ കാണുന്നത്. ഗൈസ്, ഞാൻ മുമ്പേ പറഞ്ഞ പള്ളി കേട്ടോ. ഈ പള്ളി ഏകദേശം എല്ലായിടത്തു നിന്നും കാണാം കേട്ടോ. ഈ സിറ്റിയിലെ ഏറ്റവും അടിപൊളി പള്ളി ഇത് തന്നെയാണ് കേട്ടോ. കണ്ടോ. പിന്നെ ഈ കണ്ട റിസർവിയർ ഇല്ലേ ഇവിടെ വെരണയിലുണ്ടല്ലോ. ഞാൻ മുമ്പ് അവിടെ ആയിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ നടന്നു വരണം. എനിക്ക് അത്രയും ചുറ്റിക്കറങ്ങിയിട്ട് വലിയ കാര്യമില്ലാത്ത കാരണം ഞാൻ ഇവിടെ നിന്ന് ഡയറക്റ്റ് കട്ട് ചെയ്ത് ഇങ്ങോട്ട് വന്നു. ഗൈസ്, ഇതാ റിസർവിയർ. ഞാൻ മുമ്പേ തൊട്ടേ പറഞ്ഞുകൊണ്ടിരുന്നു. വലിയ വെള്ളമൊന്നുമില്ല, പറ്റിയിരിക്കുക. കുറച്ച് വെള്ളമൊക്കെ ഉള്ളൂ. കണ്ടോ, ഇതിങ്ങനെ ഇത് തന്നെയായിരുന്നു നമ്മൾ മുമ്പ് നിന്ന് 2 തടിപ്പാലം ഇല്ല, അതിൻ്റെ അവിടെ ചെല്ലുന്ന ഒരു തടാകമായിട്ട്. നമുക്കിനി ഇതിൻ്റെ മണ്ട കൂടെ കയറി അപ്പുറത്തോട്ട് പോകാം. ഗൈസ്, ഇത് കണ്ടോ. പിന്നെയും ബിയറിൻ്റെ കുഞ്ഞുങ്ങളുടെ ഒരു ഗ്രനൈറ്റ് ആണെന്ന് പറഞ്ഞാൽ അതേ പണിന്ന ഒരു സ്റ്റാച്ചു പോലത്തെ സാധനം. നല്ല രസമില്ല. ഗൈസ്, ഇതാണ് ആ റിസർവിയറിൻ്റെ മണ്ടഭാഗം. കണ്ടോ, ഇവിടെ ഇവർ പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. ഇല്ല, വെറുതെ ഇത് പണി ഇവിടെ വെക്കത്തില്ലല്ലോ. ഇതാ അതിൻ്റെ അപ്പുറത്തെ ഭാഗം. ഇതാ
ഷട്ടർ തുറക്കുന്ന, ലിഫ്റ്റ് ചെയ്യുന്ന, ഡ്രോപ്പ് ചെയ്യുന്ന മെക്കാനിസം ഒക്കെ ഇവിടെ ഉള്ള കണ്ടോ. നല്ല രസമല്ലേ ഗൈസ്? ഇത് കണ്ടോ, വൈറ്റും റെഡും ആയിട്ട് മീപ്പൽ ലീഫ് ഈ സ്ട്രീറ്റിൽ കൂടെ മൊത്തം പെയിന്റ് അടിച്ച് വെച്ചേക്കുക. ഗൈസ് നമ്മൾ കറങ്ങി ചുറ്റി ഇപ്പോൾ അതേണ്ട സ്കേറ്റ് ബോർഡിംഗ് ഉള്ള പാർക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് നേരെ ആ പള്ളിയിലോട്ട് പോവാം. ഗൈസ് ഇതാ പള്ളീൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. നമ്മൾ നടന്ന് പള്ളീൻ്റെ ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. ഗൈസ് ഞാൻ പണ്ട് താമസിച്ച ഇവിടെ കേട്ടോ, ഈ സ്ട്രീറ്റിലായിരുന്നു. ഈ ജസ്റ്റ് ആ കാറ് കിടക്കുന്ന അവിടെ ആയിട്ട്. ഞാൻ ഇപ്പം വീട് മാറി അങ്ങ് ആ ഭാഗത്തോട്ട് പോയിരിക്കും. ഇതാണ് പള്ളി. ഗൈസ് നമ്മൾ ഈ പള്ളീൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുന്നു. ഇതിനകത്തൂടെയാണ് നമുക്ക് എൻട്രൻസ്. പിന്നെ ഞാൻ പരമാവധി ഇത് കണ്ടോ, ഫോർഗീവ്നെസ് ഈസ് ഹീലിംഗ്, എസ്പെഷ്യലി ഫോർഗീവിങ് യുവർ സെൽഫ്. ഞാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഇത് ഞാൻ വായിച്ചിട്ട് പോകാൻ ശ്രമിക്കും. ഗൈസ് ഇത് കണ്ടോ, മണികൾ 1, 2, 3, 4 ഉണ്ട്. ഏറ്റവും ടോപ്പിലാട്ടോ. ഈ മണി അടിച്ച് കഴിഞ്ഞാൽ സിറ്റി ഫുള്ള് കേൾക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ പള്ളീൻ്റെ വ്യൂ ഫ്രണ്ടിൽ നിന്ന്. ഇതെല്ലാം പാർക്കിംഗ് ആട്ടോ. എൻ്റെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഇതെല്ലാം പാർക്കിംഗ് ആണ്. നല്ല രസമില്ലേ ഗൈസ്? ഇപ്പം നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കറങ്ങി ചുറ്റി ആ പാർക്കിൻ്റെ എൻട്രൻസിലെത്തി. ഇനി നമുക്ക് പാർക്കിൻ്റെ ഇത്രയൊക്കെ കാഴ്ചകളൊക്കെ ഉള്ളൂ. പിന്നെ ഈ പള്ളിയുടെ ഉണ്ടായിരുന്നു എക്സ്ട്രാ, അതിലൂടെ ഞാൻ കാണിച്ചു. ഇനി നമുക്ക് തിരിച്ചു പോകാനുള്ള പരിപാടി നോക്കാം. ഗൈസ് നമ്മൾ നടന്ന് നമ്മുടെ ചെറുക്കൻ്റെ അടുത്തെത്തി. ഇനി നമ്മൾ വീട്ടിൽ പോകാനുള്ള പരിപാടിയാണ്. ഇത്രയൊക്കെ ആയിരുന്നു ഈ പാർക്കിൻ്റെ കാഴ്ചകൾ. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത പാർക്കിൻ്റെ കാഴ്ചയായിട്ട് നമുക്ക് പിന്നീടും കാണാം.